നമുക്കിതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂണ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കശുവണ്ടി എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചിട്ട് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കറിയിൽ തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കണത് കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കുറച്ച് നേരം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാളയും നമുക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അത് നല്ലോണം വഴന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയും സവാളയും ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മിയാസിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നമ്മൾ മിയാസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചിക്കൻ മസാലയും ചേർത്ത് നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. കൂണ് ചെറുതായിട്ട് അരിയാതെ നമ്മളതൊന്ന് വട്ടം പൊളിച്ചാണ് ഇട്ടേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി കൂൺ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി തിളയ്ക്കുമ്പോൾ കറി റെഡിയായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂണ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാം.